കൃഷ്ണ. കുസൃതിക്കുട്ടൻ ആരാണ്? വിഷ്ണു അല്ലേടാ? അല്ല, വിഷ്ണുവിന് വേറെ ഐഡിയ ഉണ്ടല്ലോ. ഇത് 13K ഫോളോവേഴ്സും അല്ല സബും ഉണ്ട്. അപ്പൊ പിന്നെ അത് ആരാണ്? നിഷ്കു അല്ല, നിഷ്കു ഉടായിപ്പായിരുന്നു. നിഷ്കുവിന് ഒന്നുമില്ലായിരുന്നു, സബൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നിഷ്കു അല്ല, പിന്നെ ഇതാരായത്? എന്റെ ദൈവമേ, ഒരിക്കലും കരയരുത്. ആരാ കുസൃതി? കാർക്കോയാണോ എന്ന് ചോദിക്കുന്നത് തന്നെ. കുഞ്ഞൂസും നന്ദ എത്തി പറഞ്ഞു കുസൃതികൾ. എൻ്റെ ചാനൽ കയറി കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ എഴുത്തുകൾ അമ്മയെന്ന് പറയുന്നുണ്ട്. ആണോ? എഴുതൂ. എൻ്റെ കൊച്ച എനിക്കൊരു കമൻ്റ് ഇടൂ. ധന്യക്കുട്ടി, ഇവൻ്റെ ചാനലിൽ കയറിയിട്ട് അവൻ്റെ പിന്നെ അവൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് ഇവനായിട്ട് കമൻ്റ് ഇടില്ല. ഇവൻ എന്നെ പറ്റിക്കുന്നതാണ്. അപ്പം അമ്മയ്ക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഞാൻ കയറി നോക്കട്ടെ. അമ്പടെ കള്ള. എനിക്കിപ്പോൾ അല്ലാണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കയറാൻ പറ്റില്ലല്ലോ. ഇവനെനിക്ക് കമൻ്റ് ഇടില്ല എന്ന് ഏകദേശം ഉറപ്പായി. അപ്പം മോൾ എന്ത് ചെയ്യണം? മോള് അവൻ്റെ ഐഡിയിൽ കയറിയിട്ട് ഒരു വീഡിയോ എടുത്ത് എനിക്ക് ഷെയർ ചെയ്യൂ. ഞാൻ നോക്കാം. എന്നോടാണോ കളിക്കുന്നത്? പിന്നെ കുസൃതിക്കുട്ടൻ ചിരിക്കുന്നുണ്ട്. കുഞ്ഞൂസ് കുസൃതി ഹായ് പറഞ്ഞു. കുസൃതിക്കുട്ടൻ കുഞ്ഞൂസ് പറഞ്ഞു കുസൃതി എനിക്ക് അറിയാൻ പറഞ്ഞു. ആ മോനെ, ആരാ മോനെ? അമ്മയ്ക്ക് അറിയില്ലടാ, ഒന്ന് പറഞ്ഞടാ, അമ്മ മറന്നു പോയിടാ. ആരാ മോനെ അത്? ഒറിജിനൽ പേരെന്താപ്പാ? ആണോ കുഞ്ഞൂസേ ചോദിച്ച് ചിരിക്കുന്നുണ്ട്. ശേടാ, അമ്മയോട് പാറ മക്കളെ. ആരാ കുസൃതിക്കുട്ടൻ? ആരാ കുഞ്ഞു പറഞ്ഞേ, ആരാ അത്? കുസൃതിക്കുട്ടൻ പച്ച ഉടുപ്പിട്ടാലോ? ഈ നീലുടുപ്പ് വേണോ? ധന്യ രാജേഷ് പറയുന്നുണ്ട്. രാജേഷോ രജീഷോ? കോംപ്ലിക്കേറ്റഡ് ആകുവാണല്ലോ ഈശ്വര. എടി കൊച്ചെ, നീ അവൻ്റെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്തേ, ഞാൻ നോക്കിക്കോളാം. വിഷേട്ടനാണോ എന്നൊരു സംശയം. അറിയത്തില്ല. അപ്പം പിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ എന്തിനാ? തന്നെ ആരാ അത് എന്ന് ചോദിക്കുന്നത്. വിഷ്ണുവോ? വിഷ്ണു അല്ല, വിഷ്ണുവിന് ഇത്രയും സബില്ല. ആരാടാ? കണ്ടോ, എന്നെ പറ്റിക്കാൻ, ടെൻഷൻ അടുപ്പിക്കാൻ. എൻ്റെ ദൈവമേ, ഈ പിള്ളേരെന്തെങ്കിലും തുടങ്ങുന്നത്? ചുമ്മാ ഒരു രസം പറയുന്നുണ്ട്. വിഷ്ണു അല്ല, വിഷ്ണുവിന് ഇത്ര ആയിട്ടില്ല സബ്. പിന്നെ ഇപ്പം ആരാത്? എനിക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ടോ ഞാനേ? ചേട്ടാ, എന്നാലും എനിക്ക് കുസൃതി ആരായിരിക്കും? പറയോ? തന്നെ എനിക്ക് തന്നെയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അമ്മയുടെ മനസ്സിൽ നിന്ന് തന്നെ അത് തന്നെ വന്നു. അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അമ്മയുടെ മനസ്സിൽ നിന്നും തന്നെ അത് വന്നു എന്ന് പറയുന്നുണ്ട്. അയ്യോ, എടാ, നിനക്ക് വിഷമാണോ ഞാൻ മറന്നുപോയിട്ട്? അയ്യോ, എനിക്ക് അതാണിപ്പോൾ വിഷമം. വിഷമിക്കല്ലേ, പാവം അമ്മയല്ലേ. സത്യമായിട്ട് എനിക്ക് എൻ്റെ ചങ്കി കിടന്ന് തീ കത്തുന്നു. അയ്യോ, എന്താ അത്? അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണ്. അതാരാ അങ്ങനെ ഒരാൾ? എന്ന് നിനക്ക് എന്തും വന്നുകൂടെ? നീ എത്ര നാൾ കൂടിയാണ് വന്നെ? അമ്മയുടെ മനസ്സിൽ നിന്ന് തന്നെ അത് വന്നു എന്ന് പറയുന്നുണ്ട്.